ഞാൻ തിരുവനന്തപുരം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയാണ്. എൻ്റെ പേര് ജയചിത്ര എന്നുള്ളതാണ്. ഞാൻ നന്തങ്കോട് സർക്കിളിലാണ് ജോലി ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ സഹപ്രവർത്തകരാണ്. ഞങ്ങളിവിടെ വേസ്റ്റ് വരുന്ന സ്ഥലങ്ങൾ, വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് വൃത്തിയാക്കി പൂന്തോട്ടം നിർമ്മാണമാണ് മെയിനായിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ CITUവിൻ്റെ സംഘടനയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും നമ്മൾ എല്ലാ സർക്കിളുകളിലും ഇതേപോലെ വൃത്തിയാക്കി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വാർഡുകളിലും ഇതേപോലെ പൂന്തോട്ട നിർമ്മാണം നടത്തി വരികയാണ്. പൂന്തോട്ടം ചെയ്യുന്ന കോർപ്പറേഷനാണോ CITU ആണോ? കോർപ്പറേഷന്റെ ഇതാണെങ്കിലും ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മുടെ CITU സംഘടനയാണ്. അവരാണ് ഞങ്ങളെ വിളിച്ചിട്ട് ഇത് ഒരു പൂന്തോട്ട നിർമ്മാണം നമുക്കിങ്ങനെ സ്ഥലങ്ങൾ വൃത്തിയാക്കാം. അതായത് നമ്മുടെ ഹരിത കേരളം അതിന്റെ ഭാഗമായിട്ട് ശുചീകരണ ഇതുപോലെ ഞങ്ങളുടെ വാർഡിൽ ഇപ്പൊ ഈ ഒരു തുടങ്ങിയതുള്ളൂ, ആദ്യത്തേതാണ്. മറ്റെല്ലാ സർക്കിളുകളിലും ഇതേപോലെ ബേസ് ചെയ്തിട്ട് ശ്രീകണ്ഠേശ്വരം, പൂന്തറ, പല സർക്കിളുകളിലും, മെഡിക്കൽ കോളേജ്, എല്ലാ സർക്കിളുകളിലും ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ 2 ജീവനക്കാർ ഇവിടെ ഉണ്ട്. ഈ വാർഡിലെ ആളാണ്. അപ്പൊ ഇതും ഇവരുടെ കൂട്ടത്തിൽ സ്ത്രീയുണ്ട്. അവരും കൂടെ രാവിലെ വരുമ്പോ തന്നെ ആദ്യം ഇതിന് ചെടിക്ക് വെള്ളം ഒഴിക്കുക, ഇത് പരിപാടിച്ച് എല്ലാം ഉണ്ടോ കൃത്യമായിട്ട് വെച്ചാൽ ആൾക്കാർ എടുത്തിട്ട് പോകാൻ നോക്കണമല്ലോ. അപ്പൊ അതൊക്കെ അതിന്റെ ചുമതലയെല്ലാം ഈ പുള്ളിക്കാരനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ കുറെ ദിവസമായി, 1 മാസത്തോളമായി ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട്. കാരണം ഇതിലെ ആർക്കും പോകാൻ പറ്റത്തില്ല. എപ്പോൾ നോക്കിയാലും ഇഷ്ടംപോലെ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ HAയും JHAയും ഞങ്ങളുടെ സാർമാരെല്ലാം ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തന്ന് ഞങ്ങളുടെ ജോലി സമയത്തായിരുന്നാലും ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തായാലും വന്ന് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അവർ നമുക്ക് തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഇവിടുത്തെ HA ആയ ഹരീഷ് കുമാറും JHAമാരായ അരുൺ, കിരൺ കുമാർ, നമ്മുടെ മാഡമായ ദിവ്യ മാഡം, നീന, ഇവരൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള പ്രോത്സാഹനം തരികയും ഞങ്ങൾക്ക് ഈ ഇത് പൂർത്തിയാക്കാനുള്ള എല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. കൗൺസിലറായ അംശു വാമദേവൻ, അദ്ദേഹവും ഞങ്ങളിവിടെ വന്ന് കാണുകയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയാണ്. എൻ്റെ പേര് ഷിബു. ഞാനിവിടെ മരപ്പാലം മുട്ടട വാർഡിലെ ആളാണ്. ഇവിടെ കൂടുതൽ വേസ്റ്റ് കൊണ്ട് ഇടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ പൂന്തോട്ട നിർമ്മാണം വേണ്ടി ആലോചിച്ചത്. അതിനുവേണ്ടി 1 മാസമായി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഫലമായ നമുക്കൊരു നല്ല ഒരു സംതൃപ്തി. ഞാൻ എൻ്റെ കൂടെ ചേച്ചി കൊണ്ട് ഉഷ ഇന്ന് വന്നിട്ടില്ല, ലീവാണ്. എൻ്റെ പേര് ശ്രീകുമാറാണ്. ഞാൻ തിരുവനന്തപുരം നന്തങ്കോട് സർക്കിളിലെ ജീവനക്കാരനാണ്. ഇന്നും ജനങ്ങളിൽ ഒരു പ്രവണതയുണ്ട്, മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രവണത. അപ്പോൾ അത്തരത്തിൽ ഈ TKD റോഡിൽ ഇവിടെ മാലിന്യം വലിച്ചെറിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ജീവനക്കാരുടെ സംഘടനയായ CITU സംഘടനയുടെ ഒരു ആശയമാണ് ഇവിടെ ഈ മാലിന്യം വലിച്ചെറിയുന്ന ഭാഗങ്ങളിൽ പൂന്തോട്ടം നിർമ്മിച്ച് ആൾക്കാരെ ബോധവൽക്കരിച്ച് മാലിന്യത്തെ ചെറുക്കുക എന്നുള്ള ഒരു ആശയമാണ്. പത്രത്തിലാണ് നമ്മുടെ ജീവനക്കാരെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ഇവിടെ പൂന്തോട്ട നിർമ്മാണം. അത് നമ്മുടെ നഗരസഭയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാണ് ഇങ്ങനെ പോകുന്നത്. എല്ലാ സർക്കിളുകളിലും ഇങ്ങനെ ഉദ്ഘാടനം നടന്നു വരികയാണ്. അപ്പം നമ്മുടെ ഉടൻ തന്നെ ഈ നന്തങ്കോട് സർക്കിളിലെ ഈ പൂന്തോട്ട നിർമ്മാണം ഇവിടെ ഉദ്ഘാടനം നടത്താനുള്ള ഒരു പ്രവർത്തനത്തിനാണ് നമ്മുടെ എല്ലാ ജീവനക്കാരും. അപ്പം മാലിന്യം നമ്മുടെ നഗരത്തിൽ ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ ജീവനക്കാരുടെ ഒറ്റ ആഗ്രഹം. നമസ്കാരം, ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇന്ന് ഞാൻ വളരെ പുതുമയും ആവേശവും നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ കേരളത്തിൽ കുറച്ച് മാലിന്യം കൊണ്ടെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഇന്നലെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ വെല്ലുന്ന രീതിയിൽ ഇന്ന് വളരെ മനോഹരമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകളെയും വിവിധ സർക്കിളായി 25-26 സർക്കിളുകളായി തിരിച്ച് ഇത് നന്തങ്കോട് സർക്കിളിൽ വരുന്നുണ്ട്. 3-4 വാർഡുകൾ വരും, 4 വാർഡ് വരും. വളരെ മനോഹരമായ രീതിയിൽ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ പൂന്തോട്ടങ്ങൾ ഗ്രീൻ അവന്യൂ നഗരസഭയിൽ ചെയ്യുകയാണ്. ഇതിൻ്റെ ഏറ്റവും കൗതുകമുള്ള കാര്യം, നഗരസഭ ശുചീകരണ തൊഴിലാളികളുടെ പ്രധാന സംഘടനയായ CITU ആണ് ഇതിന് അങ്ങനെ ഒരു ആശയം നഗരസഭയിൽ വയ്ക്കുകയും നഗരസഭ അത് ഉൾക്കൊള്ളുകയും HAമാരും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സും മറ്റെല്ലാവരും ഉദ്യോഗസ്ഥരും ഒക്കെ വലിയ സപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായി, വാർഡ് കൗൺസിലർമാരും ഒക്കെ സപ്പോർട്ട് കൊടുത്തതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം വാർഡിൽ, കോർപ്പറേഷനിലെ കേശവദാസപുരം വാർഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ശുചീകരണ രംഗത്ത് ഇതിന് നേതൃത്വം നൽകുന്നവരാണ് എനിക്ക് മുന്നേ സംസാരിച്ചത്. തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. കേരളത്തിനും ലോകത്തിനും ഇതുപോലെ പൊതു ഇടങ്ങൾ ഇങ്ങനെ ശുചീകരിക്കുന്നതിലൂടെ 2-3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ പ്രദേശത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ വായു ഓക്സിജനും ഉൾപ്പെടെ വരികയും ധാരാളം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ മാലിന്യം ഇല്ലാതാവും, മനോഹാരിത ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും. അതുകൊണ്ടൊരു നല്ല മാതൃകയാണ്. ഇത് ചെയ്യുന്ന ഈ ശുചീകരണ തൊഴിലാളികളെ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ വളരെ പ്രധാന കാര്യം,
ഇത്തരത്തിൽ ഇത് പൊതുസ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. പൊതുജനങ്ങൾ, ഈ വീഡിയോ കാണുന്ന പൊതുജനങ്ങളും മറ്റുള്ളവരും ഇത് നമ്മുടെ സ്വന്തം സ്വത്താണെന്ന് കരുതി ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുകയും ഇത് നശിപ്പിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് കൂടി അവർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഈ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഇത്തരത്തിലൊരു പരിപാടി ചെയ്യുന്നതിനും അതിന് നേതൃത്വം നൽകിയ CITUവിന്റെ ഭാരവാഹികളെയും അങ്ങനെ ഭാവനാപരമായ സമരങ്ങളും അവകാശ പോരാട്ടങ്ങളും ഒക്കെ നടത്തുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മനോഹരമായ നല്ല നൂതന പ്രോജക്റ്റുകൾ കൂടി ചെയ്യുന്നവരെ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും കാണുക, ഈ മാതൃക ലോകത്തിലേക്ക് പകർത്തുക.